ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടയാണ് ചെമ്മീൻ അട. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് 4 സവാള, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക്, കറി ലീവ്സ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് 2 കപ്പ് പൊടിക്കുള്ള മസാലയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1 കപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ മസാല നിങ്ങൾക്ക് 1 കപ്പ് മതിയെങ്കിൽ 2 ഉള്ളി എടുത്താൽ മതി. 1 കപ്പ് പൊടിക്കാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 ഉള്ളി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ചെമ്മീൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ട് നിങ്ങൾ ചെമ്മീൻ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മീനിൻ്റെ മസാലയൊക്കെ പരട്ടി വെക്കില്ല, അതുപോലെ പരട്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ്, കറി ലീവ്സ് ഒക്കെ നല്ല ഒന്ന് കുഴച്ചിട്ട് പരട്ടി വെച്ചതാണ്. അത് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ മീനിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കൂലേ, മീൻ കായം പരട്ടി വെക്കുക, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനോട്ട് നമുക്കൊരു കുറച്ച് കോക്കനട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ കോക്കനട്ട്, 1 ടീസ്പൂണ് വലിയ ജീരകവും, പിന്നെ ഒരു 4 ചെറിയുള്ളി, 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്ത് ചതച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഉള്ളിയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് മസാലയ്ക്ക്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ അവിടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വഴന്നതിലേക്ക് നമുക്കൊരു ചെറിയ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്നേ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെമ്മീനൊക്കെ നല്ല വെള്ളം വറ്റി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ല ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇത് നമുക്ക് ഉള്ളിൻ്റെ കൂട്ടിലോട്ട് ചേർക്കാനാണ്. ഇപ്പോൾ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല വഴന്ന് വന്നിട്ടുണ്ട് മസാലയൊക്കെ. ഈ സമയത്ത് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊടിച്ച ചെമ്മീനും പിന്നെ ചതച്ച് വെച്ച കോക്കനട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, വെരി സോറി. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ഈ സമയത്ത് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ മസാല നല്ല പാകമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെയ്യണം. വെരി സോറി കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ പൊടി തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ ഈ കപ്പിന് ഞാൻ 1 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പൊടിക്ക് 1 കപ്പിനാണ് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടാവും. 1 ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഓയിൽ ചേർക്കുമ്പോൾ പൊടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. വെള്ളം നല്ല തിളപ്പിക്കണം. എന്നിട്ട് ഈ പൊടിയിലോട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കൂല, അതേപോലെ തന്നെ. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. കാരണം ചിലപ്പോൾ പൊടിക്ക് 1 കപ്പ് മതിയാവും, ചിലപ്പോൾ കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പൊടിൻ്റെ മാതിരി നോക്കുക. അത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടി ഇല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആക്കിയെടുക്കുക. അപ്പോൾ കുഴക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ബാക്കി വെള്ളമില്ല, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കൈ നനച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ പാത്രം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു വരാനാണ്. അപ്പോൾ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഈ സമയം ഇത് നമുക്ക് അടാക്കിയെടുക്കുമ്പോൾ കൈ തൊട്ടിട്ട് പാകത്തിന് നമുക്ക് അടാക്കിയെടുക്കാം. അപ്പോൾ കയ്യിൽ വെള്ളം നനച്ചിട്ട് ഒന്ന് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉരുളെടുക്കുക. ഫോയിലിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കയ്യിൽ വെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണോ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ എത്ര നൈസാക്കി പരത്തണോ അത്രയും നല്ലതാണ്. പക്ഷേ പൊട്ടാതെ നിങ്ങൾ സൂക്ഷിക്കുക.
നൈസാക്കി പരത്തിയെടുക്കുക. നിങ്ങളെന്തായാലും ഞാൻ പറഞ്ഞ ചെമ്മീനും കോക്കനട്ടിൻ്റെ ചതച്ചത് ആ സമയത്ത് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. വെരി സോറി, ഞാൻ സമയത്ത് അത് എൻ്റെ ക്യാമറ എന്താ പറ്റി അറിയില്ല, അപ്പോൾ അതിനെക്കൊണ്ടാണ്. ഇതിലോട്ട് ആവശ്യമുള്ള മസാല നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്നിങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റക്കൊന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക, മസാല എല്ലാം പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടാക്കി എടുക്കാൻ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒരു ഭംഗിക്കും പിന്നെ അത് പുറത്തിട്ട് മസാല ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നിങ്ങളെല്ലാം അടി ഒന്ന് തയ്യാറാക്കാം. ഇനി നമുക്ക് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ടൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. കാരണം ഇത് മറ്റത് അടിയിൽ ഒട്ടി പിടിക്കും, മറ്റത് ഡയറക്റ്റ് വെക്കുകയാണെങ്കിൽ. ഫോയിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് എടുത്ത് മാറ്റാം. അതിലോട്ട് കുറച്ച് എണ്ണ തടവിട്ടുണ്ട്, 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫോയിൽ. അപ്പോൾ വേഗം സ്റ്റീം വരുമ്പോൾ വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഒരു ബാച്ച് ഇതിലോട്ട് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ആവി നമ്മൾ അടിച്ച് വെച്ചിട്ട് നല്ലോണം ആവി പുറത്തേക്ക് വരൂലേ, അതിൻ്റെ ശേഷം ഒരു 10 മിനിറ്റ് ആവിയിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ അട റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അട നല്ല പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ കൈ കൊണ്ട് എടുത്ത് മാറ്റരുത്, ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ അത് എടുത്ത് മാറ്റാവൂ, അല്ലെങ്കിൽ കയ്യിലൊട്ടി പിടിക്കൂ. അപ്പോൾ ഈ ഫോയിൽ നമുക്ക് മാറ്റിയിട്ട് അടുത്ത ഫോയിൽ വെച്ചിട്ട് അടുത്ത ബാച്ച് ഇതേമാതിരി സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 16 അട നമുക്കൊരു കപ്പിൽ നിന്ന് കിട്ടും, ഒരു കപ്പ് പൊടിയിൽ നിന്ന്. ബാക്കി നമുക്ക് ഇതിലിങ്ങനെ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി ഞാൻ ഫുൾ ഇതിൽ വെച്ചിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് അധികം എക്സ്ട്രാ വെച്ചാൽ മതി, കുറേ അട ഉണ്ടല്ലോ, അപ്പോൾ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല ആവി വന്നിട്ട് ഒരു 5-10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾ ഇഫ്താറിന് എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ഗാർണിഷിനും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു പാനിലോട്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. ആവശ്യത്തിന് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ചമ്മന്തിക്കൂട്ട് ഞാൻ പറഞ്ഞ അത് 1 കപ്പ് കോക്കനട്ടാണ്, 1/4 ടീസ്പൂണ് മുളക് പൊടിയും, ഒരു 3 ചുമന്നുള്ളിയും ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇതിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്ന വരെ ഇത് ഗാർണിഷ് ചെയ്യാതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നമുക്ക് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.